ആരോഗ്യമില്ലാത്ത സമയത്ത് പടച്ചോനെ ഇരട്ടി വേദന തരും. ആ വേദനയിലും നീറലിലും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മക്കളെ കാണുന്നങ്ങള് പലരും കണ്ണാടിയുടെ മുൻപിലൊന്നും മനസ്സോട് ചോദിച്ചാൽ മതി, എന്റെ വാപ്പയമ്മേ എന്നെപ്പറ്റി തൃപ്തനായിട്ടാണോ മരിച്ചതെന്ന്. അത് മക്കളായാലും മരിയക്കളായാലും അല്ല ദുനിയാവിൽ വേഗം നോക്കുന്ന പറഞ്ഞൊരു കണക്ക് അതേ ഉള്ളൂ, കൂക്കല്ലുമ്മഹാത്ത്. അതുകൊണ്ട് ആ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട്, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, പൊട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. ഇന്ന് വയറ് വിശന്നൊരു കാലൊന്നും ആർക്കും ഉണ്ടാവില്ല. ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യലെന്ന് ചോദിച്ചാൽ പൊരന്റെ സൈഡിൽ പോയിട്ട് വാഴയ്ക്ക ചക്കയാണെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ തള്ളിക്കിടന്ന് എള്ള വളഞ്ഞൊക്കെ കൈമ ചുറ്റിയിട്ട് അത് പോയിങ്ങും. ഇന്നത് വേണ്ട, ഇന്നോൻ ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്ക് എന്തിന് ഫുഡ് ഓർഡർ ചെയ്യാൻ. ഒന്ന് ഓർഡർ ചെയ്താൽ 2 കിട്ടും, ആ സമയം കാത്തുക്കുവായി. എന്നിട്ട് അതിൻ്റെതായ ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് തിന്നുക, അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുക. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. എത്രയോ തൊട്ടിലാട്ടി. ഹസ്ബി റബ്ബി സല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖൈറുല്ലാഹ്. ഇത് കേൾക്കാത്തവരൊന്നും ഈ കൂട്ടത്തിൽ ഉണ്ടാവൂല. ഇപ്പോഴല്ലേ ആധുനിക പാട്ടൊക്കെ. അത് കേട്ടുറങ്ങിയ മക്കൾക്ക് ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു. ഉമ്മാന്റെ കൈയൊന്ന് പിടിച്ചു നോക്കിയിട്ട് എത്ര ദിവസമായി? വാപ്പാന്റെ കൈയൊന്നും ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് എത്ര ദിവസമായി? ഒന്ന് അണച്ചൂട്ടി പിടിച്ചിട്ട് എത്ര ദിവസമായി? ഒന്ന് മടി തലവെച്ച് കിടന്നിട്ട് എത്ര ദിവസമായി? നാളമ്മ വീട്ടിന്റെ മുൻപിൽ ഒരു മയ്യത്തായിട്ട് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റണം, എന്റെ ഒരു പൈതലിനെ പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് റബ്ബേ, എന്നെ നോക്കിയതിൻ്റെക്കാൾ അപ്പുറം ലേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പകാലത്തിൽ എന്നെ നോക്കിയതുപോലെ അവരെ നോക്കാനുള്ള കഴിവ് തരണേ പടച്ചോനേന്നാ കാരുണ്യം കാണിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ചെറുപ്പകാലത്തിൽ അപ്പിട്ട് മടിയില്, മൂത്രമൊഴിച്ചത് മടിയില്, വായിന്നൊലിച്ചത് മടിയില്, ചുണ്ടുമ്മല്, ഒന്ന് മാറ്റുമ്പോഴേക്ക് അടുത്ത ഒഴിച്ചു. അതേ അവസ്ഥയിലേക്ക് വാർദ്ധക്യത്തിലെത്തും. മൂത്രമൊഴിച്ചു പോകുന്നത് തുണിയില്, അപ്പിട്ട് പോകുന്നത് കിടക്കയില്, വായ്മക്കൂടെ ഒലിക്കുന്നത് മുഖത്ത് നിറയും. അന്ന് കഴിക്കുന്ന ഭക്ഷണം മക്കളെ ചുണ്ടുമ്പലും ഇവിടെ ഒക്കെ ഉണ്ടാകും. അതേപോലെ അവരും ആവും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിലും തണല് വേണം, വാർദ്ധക്യത്തിലും തണല് വേണം. എന്ന് ഞാൻ പറയുന്നൊരു വാക്കുണ്ട്. ഒരു വാപ്പരും മകളെ കൈപിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയാവോ? അമ്മോളങ്ങി നോക്കുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ ആ കൈപിടിച്ചേൽപ്പിച്ച വാപ്പാനെ കാണണമെങ്കിൽ മക്കള് പിയാപ്പളന്റെ മുൻപിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലേ ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണമൊന്നും അല്ലത്. എന്റെ വാപ്പയിമ്മേന്റെ മാതിരി തന്നെ എനക്കൊരു വാപ്പയിമ്മയുണ്ട്. എന്നെ ഇഞ്ച കൈമലേക്ക് ഏൽപ്പിച്ചെന്ന വാപ്പാക്കുമ്മാക്കും എൻ്റെ അടുത്തുനിന്ന് കിട്ടേണ്ടതുണ്ട്. കൈപിടിച്ചേൽപ്പിച്ച വാപ്പാനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടങ്ങൾ ആലോചിച്ച് നോക്കി. സ്വന്തം മോളെ ഒന്ന് കാണാൻ ഒരു വാപ്പ കാത്തുക്കേണ്ടി വരിക, പിയാപ്പളന്റെ കാല് പിടിക്കേണ്ടി വരിക, മോളോട് കെഞ്ചി പറയേണ്ടി വരിക. ഇതൊക്കെ ദുനിയാവിൽ നടക്കും. പക്ഷെ അതെത്ര കൊല്ലം ഉണ്ടാവും? മാക്സിമം 100. നമ്മളാരും ഒരു 200 കൊല്ലം ജീവിക്കാൻ വന്നോന്നല്ല കേട്ടോ. 200 ഉറുപ്പ്യന്റെ ഒരു നോട്ട് പോക്കറ്റിലിന്റെ അടുത്തെന്ന് ഇങ്ങനെ നോക്ക്, അതിലൊരു 100 ഉറുപ്പ്യന്റെ ആയുസ് എനിക്ക് ഇങ്ങൊക്കെ ഉള്ളൂ. 200 കൊല്ലം ഒരു മനുഷ്യനും ജീവിക്കൂല. ആകെ വന്നത് അള്ളാന്റെ ഹബീബിന് കൊടുത്തത് പടച്ചോൻ 63 കൊല്ലം. അതുകൊണ്ട് തന്നെ ഏത് ബന്ധങ്ങളേക്കും അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞ മാതിരി വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. കയർക്കല്ലേ മോനെ, മുഖം ചുളിച്ച് സംസാരിക്കല്ലേ, വെറുപ്പോടെ അവരെ നേരെങ്ങി നോക്കല്ലേ. സഹിക്കേണ്ടി വരും. വാർദ്ധക്യത്തിലേക്ക് ചെറിയ മക്കളെ സഹിക്കുന്ന മാതിരി സഹിക്കേണ്ടി വരും. പറയാറില്ല ചില മക്കളെ പറ്റിയിട്ട് ഈ ചെറുക്കൻ എന്തോ ഒരു വാശിയാണ്. ആ വാശി എന്നെ വാർദ്ധക്യത്തിൽ വരും. ആ വാശി എന്നെ അവരെയും സങ്കടപ്പെടുത്തും. അന്ന് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അവരെ പരിഗണിക്കണം. ഏറ്റവും മനോഹരമായിട്ട് അവരോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റണം. ഒരു വാപ്പ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം മകൻ വാങ്ങുകയാണ് മോനൊരു കളിപ്പാട്ടം. അപ്പൊ വാപ്പ ഇങ്ങനെ ആലോചിച്ചു എന്നാ, ആ കളിപ്പാട്ടത്തിന്റെ വില പോലും എൻ്റെ മക്കൾ എനിക്ക് തരുന്നില്ലല്ലോ. ഒരു 5 ഉറുപ്പ്യന്റെ വില പോലും ഉണ്ടാവില്ല, ഒരു 5 നയാ പൈസയും കൈമേലുണ്ടാവില്ല. ആയ കാലത്ത് മമ്പാട്ടങ്ങാടിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവർക്കൊക്കെ കാലിച്ചായ വാങ്ങിക്കൊടുത്ത വാപ്പ ഇപ്പം മകന് ഗൾഫിൽ നിന്ന് അയക്കുന്ന മോളോട് ചോദിക്കാനുള്ള ബേജാറുകൊണ്ട് ഇങ്ങനെ തലയും കുമ്പിട്ട് നിസ്കാരവും കഴിഞ്ഞ് പുറക്കു പോവുക. പേരക്കുട്ടിക്ക് ഒരു മുട്ടായിന്റെ പൈസ പോലും കൈമലില്ലാണ്ട്.
വാപ്പറിയാണ്ട് വാപ്പന്റെ നിസ്കിപ്പിടിച്ചതും സാധനം വാങ്ങാൻ തന്നേന്ന് മിച്ചം പിടിച്ചതും മക്കള് വാപ്പ അറിയാണ്ട് പലതും വാങ്ങിക്കൊടുത്തമ്മ മക്കള് പുറത്തു പോയിട്ട് ഏമ്പക്കം വിട്ടിട്ട് ബ്രോസ്റ്റും കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും ചീറിപ്പാഞ്ഞതും തിന്ന് തിരിച്ചു വരുമ്പോഴും പറയാ കാത്തുക്ക് എന്തിന് അൽഹംദുലില്ലാഹ് നിങ്ങൾ തിരിച്ചു വന്നല്ലോ എന്ന്. ഇതാ ഇന്നത്തെ കാലഘട്ടം. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് പലരും പറഞ്ഞിരുന്നു യത്തീം മക്കൾക്ക് വേണ്ടി യത്തീംഖാന തുടങ്ങാൻ. സുഭിക്ഷമായിട്ട് യത്തീംഖാനയായി. ഇപ്പൊ ആള് രഹസ്യമായിട്ട് പറയുന്നുണ്ട് വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടാത്ത വാപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട് ഒരു അഗതി മന്ദിരം, ഓൾഡ് ഏജ് ഹോം, ഇപ്പൊ അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പേര്, അതൊക്കെ ഒന്ന് തുടങ്ങിക്കൂടെ? ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ, അതിന് കൊടുക്കുന്ന ഒരു അനുശോചനം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ നല്ലതാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്ന നല്ലൊരു വാക്കും നല്ലൊരു പ്രവൃത്തിയൊക്കെ. ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്ന് കൂടെ കൂട്ടുക. ഇനി അധികം ദൂരത്തേക്കൊന്നും പോകണ്ട, വാപ്പേ വരി വണ്ടിമ കയറി നമ്മൾ നോമ്പാട്ട് അങ്ങാടി പോവുക. അവിടെ പല പൊരിച്ച സാധനം കിട്ടുന്നുണ്ട്. ഒരു ദിവസം തിന്നാലൊന്നും വാപ്പാർക്ക് ഒരു ചുക്കും സംഭവിക്കൂല. ഞാൻ പറയലുണ്ട്, കല്യാണപ്പുരയെ കാണാ നമ്മളൊക്കെ ഇപ്പൊ നിക്കാവൊക്കെ കഴിഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ഡീസന്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരായിരിക്കും ഐസ്ക്രീമിന്റെ അടുത്തും ഐസിന്റെ അടുത്തും ഒക്കെ ക്യൂ. ആരൊക്കെയാ? ഒന്ന് ചെറിയ മക്കളും ഉണ്ടാവും, വയസ്സന്മാരും ഉണ്ടാവും. പൂതിയാ. ആ പൂതി അറിയാനും മനസ്സിലാക്കാനും പറ്റാത്തൊരു മക്കള് അവനാന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടാരുണ്ടാക്കിയിട്ട് AC റൂം വെച്ചെടുത്തിട്ടും കാര്യമല്ല. പടച്ചോനെ തിരയേണ്ടതേ പള്ളീന്റെ ഒന്നാമത്തെ സഫിലല്ല, മിനാരത്തിന്റെ മേലെയല്ല, കഅബാലയത്തിന്റെ ഉള്ളിലല്ല, നിസ്കാരപ്പായയിലല്ല, തസ്ബീഹ് മാലയിലല്ല. പടച്ചോനെ തിരയേണ്ടത് വാപ്പന്റെയും ഇമ്മന്റെയും കൽബിലാ, അവരെ പുഞ്ചിരിയിലാ, അവരെ സമാധാനത്തിലാ. നിന്നെ മകനായി കിട്ടിയതോർത്തിട്ടും നിന്നെ മരുമക്കളായി കിട്ടിയതോർത്തിട്ടും മനസ്സമാധാനത്തോടെ അവർ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഒരു സ്ഥലത്തും മക്കളെ പടച്ചോങ്ങളെ കുഴക്കൂല, അള്ളങ്ങളെ കുഴക്കൂല. നിങ്ങൾക്കെതിരെ മനസ്സ് വേദനിച്ചു പോയൊരു വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ ആ വേദനിച്ച മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം നിങ്ങൾ എവിടെയും ജയിക്കാനും പോകുന്നില്ല, എവിടെയും സമാധാനിക്കാനും പോണില്ല. അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്നത് ആ ബഹുമാനവും ആദരവും ഒക്കെ. അത് രക്ഷിതാക്കൾ മക്കൾക്ക് തിരിച്ചും കൊടുക്കണം. മക്കളൊരു പരീക്ഷണ, മക്കൾ ഒരു അനുഗ്രഹവുമാണ്, അതിനേക്കാളേറെ ഒരു പരീക്ഷണവുമാണ്. ഒരിക്കലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരു രീതി രക്ഷിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി. ഇന്ന് സ്നേഹത്തിൽ മാത്രമല്ല, ചിലര് സമ്പത്തിൽ വരെ വേർതിരിവാ. ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആദ്യം എഴുതി കൊടുക്കും, മരിച്ചു കഴിഞ്ഞിട്ടേ ഇത് ആരും അറിയൂ, മക്കൾ അറിയൂ. ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ച് മനസ്സ് ബേജാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഖബറിൽ പോലും സ്വൈര്യം കിട്ടൂല. അള്ളാന്റെ ഹബീബ നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും നിസ്കരിക്കുകയും നോമ്പ് നിൽക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി മരണസമയത്ത് അവന്റെ അനന്തര സ്വത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലാ ദഖലന്നാർ, ആ വാപ്പയമ്മേ നരകത്തിലായിരിക്കും, ആ വാപ്പയമ്മേ നരകത്തിലായിരിക്കും. ഇത് ഹക്കായ നിലക്ക് മക്കൾ നല്ല നിലക്ക് നോക്കിയിട്ടും ഒരുത്തം മണിയടിച്ചു വരുമ്പോ ആ മക്കൾക്ക് വേർതിരിവ് കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റിയാട്ടോ പറഞ്ഞ്. അല്ലാതെ ആയ കാലത്ത് ഉമ്മാനെയും വാപ്പാനെയും നോക്കാണ്ട് ചവിട്ടിത്തേച്ച് ഇറങ്ങിപ്പോയിട്ട് അവനാന്റെ സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല. നല്ല നിലക്ക് നോക്കിയിട്ടും അവസാനം ചതിച്ച് മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട്. നിങ്ങളെ നല്ല ഞാൻ പറയുന്നത്, സ്വത്ത് എഴുതി വെക്കുന്നതിൽ, കണ്ണായ സ്ഥലം മാറ്റി വെക്കുന്നതിൽ. ചില പെൺകുട്ടിക്ക് മാത്രം കൊടുക്കൂ, ആൺകുട്ടികളെ പറ്റി പറയും ഓൻ അയച്ചുണ്ടാക്കിക്കോട്ടെ. എന്താ? ഓന്റെ ഓളോടുള്ള ദേഷ്യ, ഓൻ ഒന്നും ഇല്ലാത്തടുത്തുനിന്ന് കിട്ടിയതുകൊണ്ട് ഓളോടുള്ള ദേഷ്യം ഓനോട് തീർത്ത്. എങ്ങനെ? സ്വത്തിൽ കുറേ മോക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മന്റെ കൈത്തിലും കാൽമേലും ഒക്കെ ഉള്ളു, മരിക്കുന്നതിന് മുമ്പ് ഉമ്മ ഉരിയം കൊടുത്തു. ആർക്ക്? അവക്ക് കൊടുത്തു. മരങ്ങനെ കൊടുക്കുന്നതിനല്ലോ. പെൺകുട്ടിക്ക് മാത്രം കൊടുക്കരുത്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇസ്ലാം പഠിപ്പിച്ചൊരു കണക്കുണ്ട്. അത് അനന്തര സ്വത്തിന്റെ നിയമ, ഫറായിദ് നിയമ. ആ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ ദഖലന്നാർ, നരകത്തേക്ക് പോകേണ്ടി വരും. ഇനി അഥവാ വാപ്പനിമ്മനെ സ്നേഹിക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? മരണപ്പെട്ടതിന് ശേഷമേ അനന്തര സ്വത്ത് വീതുള്ളൂ. അനന്തര സ്വത്ത് മരണപ്പെട്ടതിന് ശേഷം വീതിക്കാനാ ഇസ്ലാമിക ചരിത്രത്തില്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാ. അങ്ങനെ വന്നാൽ ആ മക്കളിൽ നിന്ന് തലമുറകൾ മാറി 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 മക്കൾ വാപ്പനിമ്മനെ വെറുക്കും. ഇന്ന് വെറുക്കുന്നുണ്ട്. 3 മധ്യസ്ഥ ഞാൻ ഇപ്പൊ കഴിഞ്ഞു, 3ാമത്തെ തലമുറയില്. എന്താ കാരണം? 3 തലമുറകൾക്ക് മുൻപുള്ള അമ്മ വാപ്പ വസിയത്ത് എഴുതി വെച്ചു പോയി. ആർക്ക്? മക്കളിൽപ്പെട്ട 1-2 ആക്ക്. ഇപ്പോഴും തീർന്നിട്ടില്ല. 3 തലമുറകൾക്ക് ഇപ്പറുള്ള പേരക്കുട്ടികൾ വരെ തമ്മിപ്പിണങ്ങില്ല. 8 കുടുംബം. ഇതിലാരാ ഉത്തരവാദി? അതുകൊണ്ടാ മരിച്ചിട്ട് അനന്തര സ്വത്ത് വീതിക്കേണ്ടത് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോഴല്ല. അത് കൊടുക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊന്നും പറഞ്ഞാൽ തീരാത്തത്. അത് പറയാൻ തന്നെ വേണം ഒരു ദിവസം അനന്തര സ്വത്ത്. അത് പറയുമ്പോൾ ചിലർക്ക് കിട്ടാനുള്ളതിനെ പറ്റിയ ധാരണ ഉണ്ടാവും, കൊടുക്കാനുള്ളതിനെ പറ്റിയ വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. ആ അനന്തര സ്വത്തിന് വാപ്പയമ്മയും മരിച്ചാൽ എന്താ ചെയ്യേണ്ടി? ആദ്യം അവർക്ക് കടമുണ്ടോ,
ആ സ്വത്ത് വിറ്റിട്ട് തികയുന്നില്ലേ, മക്കള് കൂട്ടണം. എന്നിട്ട് ആ കടം വാപ്പാന്റെ വീട്ടിൽ കൊടുക്കണം, ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കണം, ഖബറിൽ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ. ഇന്ന് ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയാതാ, എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ മൂത്ത മകൻ മുനീറിനെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ബേക്കുന്ന ഒരുത്തൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മുനീർ ഓന്റെ എങ്കിലും തന്നാ മതിയേനു. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ സ്വത്തും ചോദിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കടവും ചോദിച്ചിട്ട് ഒരുത്തം വന്ന് ചോദിച്ചു മുനീറിനോടും, അല്ലേ ഈ തരാന്ന് അറിഞ്ഞിരുന്നല്ലോ, അങ്ങനെ ഒസിയത്തായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒട്ടനെ മുനീർ അപ്പോഴേക്ക് ഇത് വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആ മമ്പാട് മലന്റെ മേലുള്ള വാപ്പാന്റെ ആ 12 സെന്റ് അപ്പം കിട്ടിയത്, ആ റോഡ് സൈഡിലുള്ളത് കിട്ടിയത് ഇളയോൻ ജമാലിനാ, നിങ്ങൾ ഓൻ്റെ അടുത്ത് പോയിക്കോളി. ജമാലിന്റെ അടുത്ത് പോകുമ്പോ ജമാൽ പറയും, ഉമ്മ അന്നുള്ള 65 പവനും പിന്നെ ഈ സ്വത്തിന്റെ കൂടി കൊടുത്തത് സുലൈത്താത്തക്കാ, നിങ്ങൾ സുലൈത്താത്തിന് പോയി കാണോ, അല്ലെ അളിയനെ കണ്ടോളി. അവസാനം വാപ്പാക്ക് ഖബറിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല, മക്കൾ ഇങ്ങനെ തമ്മിൽ തെറ്റുന്നുണ്ടാവും. അതുകൊണ്ടാ വാപ്പാരെ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നിന്റെ കടങ്ങ് വീട്ടണം, എന്നിട്ട് ബാക്കി നിങ്ങൾ എടുത്താൽ മതിയെന്നാ. അങ്ങനെ എടുക്കാനേ പാടുള്ളൂ എന്നാ. അത് എഴുതി വെക്കൽ ഒരു രക്ഷിതാക്കളെ ബാധ്യതയ്യ. അതുകൊണ്ട് മക്കളങ്ങൾ ഇടങ്ങാറാക്കരുത്, മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ഫാഷൻ ലോകത്താണ് നമ്മളെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം അത്രയേറെ നമ്മളെ മക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയലൻസ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കണ്ടാൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന കാഴ്ചകളിലേക്കാണ് നമ്മളെ മക്കൾ മനസ്സ് പോകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു വാപ്പ സങ്കടത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൊലച്ച വായുണ്ട് അതിനൊരു 5-8 എണ്ണം ഒക്കെ അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ കാറ്റടിച്ചതാ? അല്ല, ചെറുക്കൻ തലേന്ന് രാത്രി ഏതോ ഒരു സിനിമ ഉണ്ട്, പിറ്റേന്ന് കത്തി എടുത്തിട്ട് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് കുത്തുക വായക്ക്. എന്തേ ഓ സിനിമയെ കണ്ടാതാ? അത്രയേറെ വയലൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മലപ്പുറം ജില്ലയിൽ ഒരുത്തൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു, റോഡ് ബ്ലോക്കായി, പോലീസ് ഇടപെട്ടു. അവസാനം ഇടപെട്ട പോലീസ് ആ വന്ന ഇൻഫ്ലുവൻസറോട് തിരിച്ചു പോകാൻ പറഞ്ഞപ്പം അവിടെ ഉദ്ഘാടനത്തിന് കൂടി നിൽക്കുന്ന 8-10 വയസ്സുള്ള മക്കൾ പോലീസിനോട് ഒരു വാക്ക്, കേരളം ഞങ്ങൾ കത്തിക്കും. ഞാളെ യൂട്യൂബറെ കൊണ്ടുവരാൻ സമ്മതിച്ചിട്ടില്ലേ, കേരളം ഞങ്ങൾ കത്തിക്കും. എന്താ ഇപ്പൊ യൂട്യൂബറുടെ ക്വാളിറ്റി? കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്ക് ഇടും. പിരിഞ്ഞ മുടിയുമായി നാട്ടുകാരെ മൊത്തം തെറി പറയും. മനുഷ്യന്റെ തോന്നിയാസങ്ങളുടെ പറ്റി ഓമന ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊക്കെയല്ലേ ഇപ്പം വയലൻസ് ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങൾ? അതിനേക്കാളേറെ അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന കാഴ്ചകൾ, വെടിവെക്കുന്ന ഗെയിമുകൾ, പക്ഷാഘാതങ്ങളിലേക്കും മനുഷ്യന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ 15 സെക്കൻഡിലധികം മക്കളെ മനസ്സിൽ നിൽക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കേണ്ട മക്കൾ പൊട്ടന്മാരാന്ന്. ഞാനൊക്കെ എന്തും ഇങ്ങനെ കണ്ടാ എന്റെ മനസ്സിലുണ്ടാകാനും ഉണ്ടാവുന്നില്ല. 15 സെക്കൻഡ് റീൽസിൽ 10 സെക്കൻഡ് ആകുമ്പോഴേക്കും ഓനത് തോണ്ടിണ്ടാവും. ഓനത് മതിയായി. അവന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവന്റെ മൈൻഡ് അതിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. വയലൻസും ഹീറോയിസം എന്ന് പറഞ്ഞാൽ ചുണ്ടിലെരിയുന്ന സിഗരറ്റും കൊലപാതകങ്ങളും വെടിവെക്കലുകളും കഴുത്തുമുറിക്കലുകളും തച്ചുകൊല്ലലുമാണെന്ന് നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്ന നവലിബറൽ കാഴ്ചകളിലെ ലോകത്തേക്ക് മക്കൾ പോകുമ്പോ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം ചിട്ടപ്പെടുത്തി കൂട്ടിപ്പിടിച്ച് പടച്ചോനോട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട രക്ഷിതാക്കൾ പോലും ഈ 15 സെക്കൻഡിന്റെ റീൽസിലാ. പിന്നെങ്ങനെയാ നമ്മളെ നാടും മക്കളും തെറ്റിയതിൽ നിന്ന് നേരെ വഴിക്ക് വരാൻ സാധിക്കുക? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അവസാനിപ്പിക്കുക. ഒരൊറ്റ ആയത്ത് കേട്ടപ്പോഴേക്കും മദീനത്തെ പള്ളിയിലെ പലരും ബോധം കെട്ട് വീണു. ഏതാ ആയത്ത്? ബോധം കെട്ട് വീണ സഹാബത്തിന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു റസൂല് ചോദിച്ചു, എന്തേ സഹാബത്തെ? റസൂലെ, ആ ആയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. റസൂലുള്ള ചോദിച്ചു, ഏതായത്ത് സഹാബത്തെ? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, 5 വക്തും നിസ്കരിക്കുന്നമ്മാരെ വാപ്പാരെ, സുന്നത്ത് നോമ്പെടുക്കുന്നമ്മാരെ വാപ്പാരെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചമ്മാരെ വാപ്പാരെ, അള്ളാന്റെ കഅബാലയം കണ്ട് ഉംറ ചെയ്ത ഉമ്മാരെ വാപ്പാരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് കൊടുക്കുന്ന ഉമ്മാരെ വാപ്പാരെ, 114 സൂറത്തുകളിൽ നിന്ന് ആയത്തുകൾ ഓതി ഓതി കരയുന്ന ഉമ്മാരെ വാപ്പാരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ മാത്രം അത് പഠിച്ചാ പോരാ, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിങ്ങൾ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്റെ വീട്ടിൽ എന്റെ മകൻ ജനിച്ചത് ഒരിക്കലും ഒരു പരീക്ഷണമാവാൻ പാടില്ല. അതോ പറയും നാളെ പരലോകത്ത്, പടച്ചോനെ, ഇനി ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ ഇമ്മന്റെയും മോനായി ജനിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി ഉമ്മാരെ വാപ്പാരെ.
നിങ്ങളെ മക്കള് നാളെ പടച്ചോനോട് പറയാ, പടച്ചോനെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? ഈ വാപ്പന്റെ എമ്മന്റെയും മക്കളായേണ്ടി വന്നു. അതെന്താ? വാപ്പക്ക് യാതൊരു ദീനുമില്ല, ഉമ്മക്ക് അത്രയില്ല. നിസ്കാരം നേരത്തിനില്ല, നോമ്പ് വെൽക്കലില്ല, നോമ്പ് വറ്റാൻ തന്നെ അതിൽ ദ്വാരക്കലില്ല, ദീനില്ല, ദുനിയാവില്ല. തിന്നുക, ഉറങ്ങുക, കളിക്കുക, ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക, ഇതിങ്ങനെ പോണുണ്ട്. അല്ലാണ്ട് ഒരു ദീനീ ചിട്ടയിൽ പടച്ചോനെ ഭയപ്പെട്ട് ഖുറാന്റെ ആയത്തും ഒരു സുബീക്ക് എണീറ്റ് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ കൊണ്ടുവന്ന ഒരു വാപ്പയും, ഖുറാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഖുറാൻ ഓതുന്ന പ്രേരിപ്പിക്കുന്ന ഒരു ഉമ്മയും, അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സലാം പറഞ്ഞിട്ടും ദുആ അർപ്പിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രാർത്ഥനയും കയറി വരുമ്പോഴുള്ള പ്രാർത്ഥനയും വീട്ടിൽ തോന്നിയാസം കാണാൻ പാടില്ല എന്നും ശരീരത്തിലെ വസ്ത്രങ്ങൾ പോലും പടച്ചോനെ ഭയപ്പെട്ട് ധരിക്കുന്ന മക്കളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു വാപ്പയും വയ്യായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്ര നശിക്കൂലായിരുന്നു പടച്ചോനെ എന്ന് മക്കൾ പറയും.